ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പോയിൻറ്റ്സുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്തുടരുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾക്കും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു രീതി പിന്തുടർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. അതെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനും ചറപറാന്ന് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഞാനും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഓരോ രീതികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആ രീതികളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പം അതിങ്ങനെ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പറയാൻ വന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ചൊക്കെ ലോങ് ആയി പോയിട്ടുണ്ടാകും, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ വീഡിയോ മൊത്തം കാണണം കേട്ടോ. നമുക്ക് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലോങ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ കാണാതെ സ്കിപ്പ് ചെയ്ത് പോകണ്ട. വീഡിയോ ബോറാണെങ്കിലും, ഞാൻ പറയുന്ന ബോറാണെങ്കിലും നിങ്ങൾ അത് നോക്കണ്ട. ഇതിലെ കണ്ടൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിൻ്റായിട്ട് പറയാം. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പോയിൻ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ സംസാരിക്കാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഏത് നിലവാരത്തിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഏത് നിലവാരത്തിലാണ് എന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നമ്മൾ ഏത് നിലവാരത്തിലാണ്, ഏത് സ്റ്റാൻഡേർഡിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം, നമ്മുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടി നിങ്ങൾ പൈസ ഒന്നും മുടക്കണ്ട കേട്ടോ. പൈസ ചോദിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ബ്രിട്ടീഷ് കൗൺസിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജോ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി, ഇംഗ്ലീഷ് ലെവൽ ചെക്ക് എക്സാം, ഇംഗ്ലീഷ് ലെവൽ ഓൺലൈൻ ചെക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേംബ്രിഡ്ജോ ബ്രിട്ടീഷ് കൗൺസിലോ അങ്ങനെ കുറച്ച് സൈറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ വരും. അതിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ നമ്മുടെ നിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏത് നിലവാരത്തിലാണ് എന്ന് അവർ കറക്റ്റായിട്ട് അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, അവസാനം നമ്മൾ ആ ടെസ്റ്റ് മൊത്തം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ ഏത് ലെവലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ലെവലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. സോ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നതിൻ്റെ വീഡിയോസിൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്, നിങ്ങൾ മൊത്തം കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യൽ, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ലെവൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ ഇംഗ്ലീഷ് ലെവലിൻ്റെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി മനസ്സിലാക്കണമല്ലോ ഇംഗ്ലീഷിൻ്റെ ഏതൊക്കെ ലെവലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷ് ലെവൽ എന്ന് പറയുന്നത് A1, A2 എന്ന് പറഞ്ഞിട്ടുണ്ട്, B1, B2 എന്ന് പറഞ്ഞിട്ടുണ്ട്, C1, C2 എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽസാണുള്ളത്. അതിൽ ഈ A1 എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ബിഗിനർ ലെവലാണ്, ഫസ്റ്റ് സ്റ്റേജാണ് A1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ A2 എന്ന് പറയുന്നത് എലമെൻ്ററി സ്റ്റേജാണ്. B1 എന്ന് പറയുന്നത് നമ്മളൊരു ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയും, അതായത് മധ്യത്തിൽ നിൽക്കുന്ന ഒരു ലെവലാണ്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി കയറിയൊരു ലെവലാണ് B2 എന്ന് പറയുന്നത്. പിന്നെ C1 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷാണ്. C2 എന്ന് പറയുന്നത് അതിനേക്കാൾ ഏറ്റവും എക്സ്ട്രീം, നേറ്റീവ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യത്തില്ലേ, അവിടെ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന അതേ ലെവലിലുള്ള ഒരാൾ സംസാരിക്കുന്ന ലെവലിൽ C2 എന്ന ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കറക്റ്റ് കാണിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഞാനിത് ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് B1 കിട്ടിയത്. മനസ്സിലായോ? B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർമീഡിയറ്റ് ആണ്, അതായത് ഇംഗ്ലീഷിലൊരു മധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ലെവൽ മനസ്സിലാക്കി. ഓക്കെ, എൻ്റെ ലെവൽ ഞാൻ മനസ്സിലാക്കി B1 ആണ്. B1 പ്രിലിമിനറി എന്ന് പറയും. ഓക്കെ, അവിടുത്തെ വെസ്റ്റേൺ ലാംഗ്വേജിൽ B1 പ്രിലിമിനറി സ്കൂൾ എന്നൊക്കെ പറയും.
അവിടുത്തെ സ്റ്റാൻഡേർഡാണ് അവിടുത്തെ സ്കൂളിൻ്റെ, മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് B1 ലെവലാണ് എൻ്റെ ഇംഗ്ലീഷിൻ്റെ നിലവാരം എന്ന് പറയുന്നത് B1 ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആ B1 നിലവാരത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, മനസ്സിലായോ. അത് അങ്ങനെ എനിക്ക് അതിൽ ആ B1 നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പിന്നീട് പഠിക്കേണ്ടത്, മനസ്സിലായോ. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു B1 ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. B1 എന്ന് പറയുമ്പോൾ മധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ C2 ലെവൽ, അതായത് C2 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആണ്. ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡാർക്ക് നൈറ്റ് പോലുള്ള സിനിമ, ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ, നല്ല ഫാസ്റ്റ് ഫേസിലുള്ള സിനിമകൾ കണ്ടിട്ടോ, ഇംഗ്ലീഷിൻ്റെ സാഹിത്യം വായിച്ചോ, പത്രം വായിച്ചിട്ടോ, മനസ്സിലായോ, പത്രം വായിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പോയിട്ട് ഡയറക്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിലും ഈ ഈ ഇങ്ങനെയുള്ള സിനിമാസിലൊക്കെ എന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് അവർ ഉപയോഗിക്കുന്നത്, സാഹിത്യം, മനസ്സിലായിരുന്നു. നമുക്കറിയാലോ പത്രം വായിക്കുമ്പോൾ തന്നെ അവരുടെ ശൈലി ആ ഒരു അഡ്വാൻസ്ഡ് ലെവലിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലുള്ള ഒരാൾ പോയിട്ട് പത്രം വായിച്ചിട്ടോ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കണ്ടിട്ടോ അതുപോലെ ഫാസ്റ്റ് പേസിലുള്ള സിനിമ കണ്ട് വായും പൊളിച്ചിരിക്കാമെന്നല്ലാണ്ട് ഞാൻ കൂടുതൽ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആകും, ദേഷ്യം വരും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ല, എനിക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ B1 എന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, B1 നിലവാരത്തിലുള്ള ഒരാൾ, അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, അപ്പോൾ ഞാൻ എന്താ പഠിക്കേണ്ടത്, B1 നിലവാരത്തിലുള്ള ആൾ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്കൊരു സംശയം വന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ B1 നിലവാരത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, B1 നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതുപോലുള്ള വലിയ വലിയ ഫാസ്റ്റ് പേസ് സ്പീഡിൽ പറയുന്ന സിനിമകളല്ലാണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഈ ജംഗിൾ ബുക്ക് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഷെയർക്ക്, അങ്ങനെയുള്ള ആനിമേഷൻ, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമേഷൻസ് മൂവീസ് കാണണം. ആനിമേഷൻ മൂവീസ് കാണുക. അതിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ. അങ്ങനെയുള്ള മൂവീസാണ് ഞാൻ കാണേണ്ടത്. അല്ലെങ്കിൽ ഈ TV ഷോസൊക്കെ ഉണ്ട്, വളരെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തേക്കുന്ന TV ഷോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഏതൊക്കെ ആനിമേഷൻ മൂവീസാണ് നമുക്കറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. ഏതൊക്കെ TV ഷോസാണ് ഇപ്പോൾ B1 നിലവാരത്തിൽ വന്നാൽ ഏതൊക്കെ TV ഷോസാണ് കാണേണ്ടത്, ഏതൊക്കെ സിനിമാസാണ്, ആനിമേഷൻ മൂവീസാണ് കാണേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിൽ നമുക്കതിന് വേണ്ടി ChatGPT എന്ന് പറഞ്ഞാലോ, ChatGPT പ്ലേ സ്റ്റോറിലും ഐഫോണിലൊക്കെ ഉണ്ട്, ഐസ്റ്റോറിലൊക്കെ ഉണ്ട്. ChatGPT യൂസ് ചെയ്യാം. ChatGPT നമുക്ക് ചാറ്റ് ചെയ്താൽ മതി. പ്ലീസ് സജസ്റ്റ് മീ, ഐ ആം B1 ലെവൽ, പ്ലീസ് സജസ്റ്റ് മീ സം ഇംഗ്ലീഷ് മൂവീസ് ഫോർ B1 ലെവൽ, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഓക്കെ. അല്ലെങ്കിൽ കിഡ്സ് ഫ്രണ്ട്ലി മൂവീസ് ഓക്കെ. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിലായാലും ഈ ChatGPTയിലായാലും. അതുപോലെ തന്നെ TV ഷോസ്, പ്ലീസ് സജസ്റ്റ് മീ സം TV ഷോസ് ഫോർ B1 ലെവൽ, പ്രിലിമിനറി ലെവൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ChatGPT ആയാലും ഗൂഗിളായാലും നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും വീഡിയോസൊക്കെ. ആ സിനിമ കാണേണ്ടതും ആനിമേഷൻ മൂവീസ് കറക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മൂവീസും TV ഷോസൊക്കെയാണ് കാണേണ്ടത്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ പറയാൻ വരുന്നത്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ, അപ്പോൾ നിങ്ങളായാലും ഞാനായാലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിക്കാത്തത് കൊണ്ട്, ഗ്രാമറും കാര്യങ്ങളൊന്നും നമ്മൾ നല്ലപോലെ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അത് ഞാനായാലും തുറന്ന് സമ്മതിക്കുന്നുണ്ട്, നമ്മളായാലും തുറന്ന് സമ്മതിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് നല്ലപോലെ ഗ്രാമർ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ, അതായത് ഫൗണ്ടേഷൻ എന്ന് പറയും, അത് നമ്മൾ തീർച്ചയായും നമ്മൾ പഠിക്കണം, നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ അതിൻ്റെ ഗ്രാമർ ഫൗണ്ടേഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്രാമറൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടഫല്ലേ. ഒരു ടഫും ഇല്ല. ഞാനതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ വെക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള ഒരു അധ്യാപകനാണ്, വളരെ മനോഹരമായിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വീഡിയോസ് എല്ലാം കാണുന്ന ഒരു അധ്യാപകനാണ്. എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, വികസിപ്പിക്കാൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. ജാഫർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഒരുപക്ഷെ അറിയാതിരിക്കാം ആ സാറിനെ. ആ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങൾ ആ സാറിനെ ഫോളോ ചെയ്തിട്ട് സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. ഓക്കെ, സാറിൻ്റെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ സാറിൻ്റെ ഗ്രാമർ വീഡിയോസ് ഉണ്ട്. അതിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ഗ്രാമർ സെക്ഷനുണ്ട്. അതിൽ ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, അതിൽ പറയുന്ന സാറ് വളരെ മനോഹരമായിട്ട്, വളരെ സരസമായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് സാറത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മൾ എഫേർട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ ഗ്രാമർ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഇംഗ്ലീഷ് നമ്മൾ ചെയ്യേണ്ട ഇംഗ്ലീഷ് നമ്മൾക്ക് കൂടുതൽ നന്നാക്കാനുള്ള രണ്ടാമത്തെ പോയിൻ്റ്, ഞാൻ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. ഓക്കെ, സോ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മളുണ്ടല്ലോ, നമ്മുടെ ഈ മലയാളത്തിലായാലും തന്നെ നമുക്ക് കുറച്ച് ഈ ഓടുക, നടക്കുക, അങ്ങനെയുള്ള ക്രിയകളുണ്ടല്ലോ, വെർബ്സ്. അതിന് വെർബ്സ് എന്നാണല്ലോ പറയുന്നത്, നമുക്കറിയാമല്ലോ. ഈ ക്രിയകൾ, ഈ നമ്മുടെ ഒരു ഭാഷയിൽ അതിൻ്റെ ക്രിയ, വെർബാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെർബ് കറക്റ്റായിട്ട്, ക്രിയകൾ നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ ഓടുക, ചാടുക, നടക്കുക, വലിക്കുക, കിടക്കുക, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ കുറച്ച് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. നമുക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ നമുക്ക് അത് കാര്യം കറക്റ്റ് സംസാരിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ മെയിൻ സംഭവം ക്രിയയാണ്, വെർബാണ്. അപ്പോൾ നമ്മൾ ആ വെർബ്, ക്രിയകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു മിനിമം 500 ക്രിയകൾ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഈ വെർബ് എന്ന് പറയുന്നത് റെഗുലർ വെർബ്സും ഉണ്ട്, ഇറഗുലർ വെർബ്സും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, റെഗുലർ ആൻഡ് ഇറഗുലർ എന്ന് പറഞ്ഞിട്ട് 2 വെർബ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എസെൻഷ്യൽ വെർബ്, ഇംഗ്ലീഷ് എസെൻഷ്യൽ വെർബ്സ് PDF ഫ്രീ ഡൗൺലോഡ് എന്ന് അടിക്കുക. ഇംഗ്ലീഷ് എസെൻഷ്യൽ വെർബ് PDF ഡൗൺലോഡ് എന്ന് പറഞ്ഞടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് വെർബിൻ്റെ ലിസ്റ്റ് നമുക്ക് PDF ആയിട്ട് അതിൻ്റെ സൈറ്റിൽ പോയിട്ട്, നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വെർബ്സ്, ആ ക്രിയകൾ അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ക്രിയകൾ, വെർബ്സ്, ഇപ്പോൾ അതിൻ്റെ ക്രിയകൾക്ക് പല പല രൂപങ്ങളുണ്ട്. V1, V2, V3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിയകൾ, വെർബ്സ് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ഈ 500 പഠിച്ചേ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് പഠിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇമ്പ്രൂവ് ആയിട്ട് വരും. അതായത് നമ്മൾ ഈ ആനിമേഷൻ മൂവീസും TV ഷോസൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് കൂടെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാകും. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വെർബ് പറഞ്ഞല്ലോ, ക്രിയ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓപ്പോസിറ്റ്, വിപരീത പദങ്ങളും പര്യായ പദങ്ങളും. നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓപ്പോസിറ്റ് വെർബും സിനോണിംസും അനോണിംസും എന്ന് പറയും. അതായത് ഓപ്പോസിറ്റും വെർബുകളുണ്ട്, പര്യായ പദങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഈ ഓപ്പോസിറ്റ് വെർബ്സും വിപരീത പദങ്ങളും പര്യായ പദങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് പര്യായ പദങ്ങളുണ്ട്. ബേസിക്കലി അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെർബിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, PDF ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഓപ്പോസിറ്റ് വേർഡ്സ് ഇംഗ്ലീഷ് PDF ഫ്രീ, എസെൻഷ്യൽ സിനോണിംസ്, വിപരീത പദങ്ങൾ, സിനോണിംസ് എന്ന് പറയുക, സിനോണിംസ് PDF ഫ്രീ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കുക, ബൈ ഹാർട്ട് ആക്കുക, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ
ഒരു ചങ്ക് ഫ്രണ്ട്, നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ ചിലപ്പോൾ വേറൊരാളെ, ഇപ്പോൾ വേറെ ഒരാളോട് സംസാരിക്കാനും നമുക്ക് ആളെ ഫ്രണ്ട്സിനെ കിട്ടിയെന്നോ ഒന്നും വരില്ല. ഒരു പക്ഷേ രണ്ടുപേർക്കും മലയാളം അറിയാവുന്നത് കൊണ്ട്, മലയാളം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് നമുക്ക് മലയാളം അറിയാം, അവർക്ക് മലയാളം അറിയുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല. രണ്ടുപേർക്കും മലയാളം അറിയാവുന്ന ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഒരിക്കലും സംസാരിക്കില്ല എന്ന് ഉറപ്പാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൽഫായിട്ട് സ്വയമേ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഓക്കെ, സ്വയമേ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പം രാത്രി ഞാനിപ്പോൾ കിടക്കാൻ പോകുമ്പോൾ നാളത്തെ രാവിലത്തെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. മലയാളത്തിൽ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കോ, കുഴപ്പമില്ല. ആദ്യമേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. മലയാളത്തിൽ ചിന്തിച്ചതിന് ശേഷമേ നമുക്ക് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ലെവലിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം പതിയെ പതിയെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ച് ഫോളോ ചെയ്ത് സിനിമാസ് അങ്ങനെയുള്ള കണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു മലയാളത്തിൽ ഓർത്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ആ ഒരു രീതി മാറും. ഓക്കെ, എനിക്കും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് ചേഞ്ചായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം അത് മലയാളത്തിൽ ഓർത്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സ്വയമേ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ. മനസ്സിലായോ? നമ്മൾ സ്വയമേ ഇംഗ്ലീഷിൽ സംസാരിക്കുക. രാവിലെ എഴുന്നേറ്റു, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, അവിടെ പോയി ഇന്ന സാധനം മേടിക്കും, അതിന് ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കും, എന്നിട്ട് അവിടെ ഇറങ്ങും, എന്നിട്ട് ഒരാളെ എനിക്ക് കാണാനുണ്ട്, അതിനിടയ്ക്ക് ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയൊക്കെ നമ്മളത് ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ ഓർത്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പോയിൻ്റ് കൂടി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലെവൽ ഒരു ഇംഗ്ലീഷിൻ്റെ മീഡിയം, അതായത് മധ്യമത്തിലാണ് നിൽക്കുന്നത്, നടുക്ക്, അതായത് ഇൻ്റർമീഡിയറ്റ് B1 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അത് കൂടി നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ B1 ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ B1 എന്ന് പറയുമ്പോൾ കിഡ്സ് ഫ്രണ്ട്ലിയിലാണല്ലോ ഞാൻ സിനിമാസ് കണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫെയറി ടെയിൽസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യാം B1 ലെവൽ സ്റ്റോറീസ് അല്ലെങ്കിൽ കിഡ്സ് സ്റ്റോറീസ് ഇൻ PDF എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്റ്റോറീസ്, ചെറിയ സ്റ്റോറീസ്, സിമ്പിൾ ഇംഗ്ലീഷ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇല്ലേ, ആ സ്റ്റോറീസ് നമ്മൾ വായിക്കുക. മനസ്സിലായോ? തീർച്ചയായിട്ടും നമ്മൾ വായിക്കുക. തീർച്ചയായിട്ടും അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അത് ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മളത് അങ്ങനെയുള്ള വായിക്കാം. കാരണം ഞാൻ പറയാൻ കാര്യമുണ്ട്. കാരണം നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചത്? നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഈ ബാലരമയും ബാലമംഗളവും ഒക്കെ മേടിച്ചു വന്ന് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ബാലമംഗളവും ബാലരമയൊക്കെ വായിച്ച് ചെറിയ ചെറുകഥകളൊക്കെ വായിച്ചിട്ടല്ലേ, ചെറിയ മായാവി അങ്ങനെയുള്ള സിമ്പിൾ മലയാളം അങ്ങനെ വായിച്ചിട്ടല്ലേ നമ്മൾ മേലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പം നമ്മളിങ്ങനെയുള്ള സിമ്പിൾ സ്റ്റോറീസ്, അപ്പോൾ എൻ്റെ ഇപ്പോൾ B1 ആണ്, അപ്പോൾ ഞാൻ സിമ്പിൾ സ്റ്റോറീസേ വായിച്ചേ പറ്റൂ. മറ്റുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, വായിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകില്ല സാഹിത്യം വായിച്ചാൽ. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് വായിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അവരവർക്ക് പറ്റുന്ന രീതിയിൽ. ഞാൻ ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാ വരിക, ആ രീതിയിൽ ഞാനിത് ചെയ്ത പോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ കുറേ നേരമായി എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ ഈ രീതിയിലൊക്കെയാണ്, ഞാനിങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് നേരം എടുത്തെന്ന് എനിക്കറിയാം. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നഷ്ടമായില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മൊത്തം കേട്ടത് നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, നല്ല ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് വഴി നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം വരും.
ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ശ്രമം വേണം. നിങ്ങളുടെ ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും കഠിനാധ്വാനം, ശ്രമം വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഭാഷയുടെ നിലവാരം തീർച്ചയായിട്ടും ഉയരും. ഓക്കെ, ഇപ്പോൾ ഞാൻ B1 ലെവലിലാണ് നിൽക്കുന്നത്. ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ സിനിമാസ് ആയാലും കാര്യങ്ങൾ നമ്മൾ കാണുക. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത്? നമുക്ക് ഇവിടുന്ന് സായിപ്പന്മാരോടും മദാമ്മമാരോടൊന്നും നമുക്ക് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയോടും എല്ലാം സംസാരിച്ചിട്ടും നമ്മുടെ നാട്ടുകാരോട് സംസാരിച്ചിട്ട് നമ്മൾ മലയാളം പഠിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു വഴി നമുക്കില്ല. പിന്നെ നമ്മൾ ബാലരമയും ബാലമംഗളമൊക്കെ നമ്മൾ വായിച്ചു, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് PDF നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സംസാരിക്കാനുള്ള ഒരു ഒരു ഓപ്ഷൻ നമുക്കില്ല. അതിനുവേണ്ടി നമുക്ക് സെൽഫ് ടോക്ക് നടത്താമല്ലോ, സ്വയമേ സംസാരിക്കാമല്ലോ, സ്വയമേ സംസാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭാഷ നമുക്ക് വളർന്നു വരും, തീർച്ചയായിട്ടും വളർന്നു വരും, ഉറപ്പാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് എന്നിലത് റിഫ്ലക്റ്റ് ചെയ്തു, പ്രതിഫലിച്ചു. എൻ്റെ ലാംഗ്വേജിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് മാറ്റം വന്നു. എൻ്റെ ലാംഗ്വേജ് ഞാൻ 10ാം ക്ലാസ്സിൽ വെറും 10 മാർക്ക് ജസ്റ്റ് പാസ്സായ ഒരാളാണ്. എനിക്ക് ഒരു ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു B1 ആ ഒരു ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും. ഓക്കെ, സോ ഇത്തരം പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കുറേ പോയിൻറ്റ്സുകളൊക്കെ വിട്ടു പോയിട്ടുണ്ടാകും. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ ഞാൻ ഓർക്കുവാണെങ്കിൽ വീണ്ടും ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതുപോലെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണുന്നവർ എന്തൊക്കെ ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ കമൻറ്റായിട്ട് ചെയ്യുക. അപ്പം എനിക്കും മറ്റുള്ളവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതൊക്കെ പ്രയോജനപ്പെടും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു ടിൽ ദെൻ.